മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലം 4-ാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ സുവിശേഷ പ്രഘോഷണത്തെ പറ്റി പറയുന്ന ഭാഗമാണ്. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനുമായിട്ട് ഈശോ ഇങ്ങനെ ശിഷ്യന്മാരെ ചുമതലയേൽപ്പിക്കുകയാണ്. തൻ്റെ കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ പറഞ്ഞയക്കുന്നതിനും. ഇത് തമ്മിൽ ഒരല്പം വൈരുദ്ധ്യമില്ലേ? ഒരമ്മ തൻ്റെ മകനോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ഹോസ്റ്റലിൽ പോയി നിന്നുകൊള്ളാനായിട്ട് പറയുമോ? അത് തമ്മിൽ ചെറിയൊരു വൈരുദ്ധ്യമുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ളവര് ഇങ്ങനെ തൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരെ ഒരിക്കലും നമ്മൾ പറഞ്ഞയക്കാനായിട്ട് മുതിരില്ല. പക്ഷെ ഇവിടെ ഈശോ പറയുകയാണ് തൻ്റെ കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും. അതിൻ്റെ സുവിശേഷ ഭാഷ്യം സഭാപിതാക്കന്മാരൊക്കെ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈശോയുടെ കൂടെ ആയിരുന്ന് ആ നെരിപ്പോടിൻ്റെ ചൂട് പറ്റി അടുത്ത പ്രവർത്തനമാണ് സുവിശേഷ പ്രഘോഷണം. ഈശോയുമായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ആ ബന്ധം നമുക്ക് എത്രത്തോളം ഉണ്ടായിരിക്കുന്നുവോ അതിനനുസരിച്ച് രണ്ടാമത്തെ ഘട്ടമായ സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഒരു ചൂട് നമുക്ക് ലഭിക്കും. മദർ തെരേസയെ പോലെ ദിവസത്തിൽ എന്തേര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നാലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 1 മണിക്കൂർ നേരം ആ ചാപ്പലിൽ ആ നെരിപ്പോടിനരികെ ഇരുന്ന് ആ ചൂട് പറ്റിയതിനു ശേഷമേ അമ്മ ഏൽക്കാറുണ്ടായിരുന്നുള്ളൂ. തൻ്റെ കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും. വിശുദ്ധ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.